കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണം എന്ന നിലയിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള 5 അധ്യായങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ധ്യാന പഠനമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ചില ദിവസങ്ങളായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കർത്താവ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന ആ തിരിച്ചറിവിൽ തന്നെ അനുഗമിക്കുന്നതായിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ ആ ശിഷ്യന്മാരെ സ്നേഹിച്ചു എന്നുള്ളത് നാം കണ്ട ഒരു വലിയ വസ്തുതയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരെയുള്ള പിശാചിൻ്റെ ശക്തമായിരിക്കുന്ന പോരാട്ടത്തെയും ആത്യന്തികമായി നമ്മുടെ കർത്താവ് തന്നെ അതിൻ്റെ മേൽ വിജയം വരിച്ചതായും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഈ അധ്യായങ്ങളിൽ നിന്ന് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതുപോലെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒടുവിൽ ധ്യാനിച്ചത് ഒരു മാതൃക ശുശ്രൂഷ എന്ന നിലയിൽ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകിയ ആ കാര്യത്തിലേക്കാണ് നമ്മൾ ഒന്ന് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. ആ 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം കണ്ടതുപോലെ പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ ഒരു ഏറ്റവും വില കുറഞ്ഞതായ അടിമയ്ക്ക് തുല്യമായ ആ ഒരു ദാസ്യവേല നമ്മുടെ കർത്താവ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. നാം കണ്ടതുപോലെ നമ്മുടെ കർത്താവ് ഏതൊരു കാര്യം ഉപദേശിക്കുന്നതിന് മുൻപ് അത് താൻ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ള സത്യം നമ്മൾ ഓർക്കുകയുണ്ടായി. അതാണ് ഇവിടെ ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ നിലയിൽ ഉപദേശിക്കുന്നതിന് മുൻപ് തന്നെ അത് പ്രാവർത്തികമാക്കിയ നമ്മുടെ കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് എന്തുമാത്രം സ്വാധീനം ചെലുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന ആ തിരിച്ചറിവ് കർത്താവിന് പൂർണ്ണമായി ബോധ്യമുള്ളപ്പോൾ തന്നെയാണ് അവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാൻ അരുമനാഥൻ തയ്യാറായി. അത് നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം അത് സ്വാധീനം ചെലുത്തേണ്ടതാണ്, എത്രത്തോളം മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം ആണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു സത്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ധ്യാനിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കാം. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ കൂടെ ആ വാക്യത്തിൽ നിന്ന് നാം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് മാത്രമല്ല അവിടെ കർത്താവിന് ഉണ്ടായത്. ചില തിരിച്ചറിവുകൾ കൂടെ, ചില ബോധ്യങ്ങൾ കൂടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതാണ് നാം അവിടെ ആ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കും. അതിൽ നിന്ന് ചില ആശയങ്ങൾ നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അവിടെ തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം
ഔന്നത്യത്തിൽ ഇരുന്നവനായിരുന്നു നമ്മുടെ കർത്താവെന്നും തന്നെ പിതാവായിരിക്കുന്ന ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നതായ ആ ശുശ്രൂഷയുടെ മഹത്വം എന്താണെന്നും ആ ശുശ്രൂഷാനന്തരം തനിക്ക് ലഭിക്കുവാൻ പോകുന്നതായ ആ മഹത്വം എത്ര വലിയതാണെന്നും യേശു മുൻപ് കൂട്ടി തന്നെ അറിഞ്ഞിരുന്നു. എന്നിട്ടും അവൻ എന്തു ചെയ്തു? അവൻ ഒരു ദാസനായിട്ട് തീർന്നു. അതാണ് ഇന്ന് ഞാൻ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് പറയണം എന്ന് താല്പര്യപ്പെടുന്നു. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം എന്നെ ചില കാര്യങ്ങൾ, ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവും ആ ശുശ്രൂഷാനന്തരം എനിക്ക് ലഭിക്കുവാൻ പോകുന്നതായ ആ പ്രസിദ്ധിയും നാം ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം പലപ്പോഴും അത് അഹങ്കാരത്തിലേക്ക് വഴിതെളിക്കാറുണ്ട്, അത് നിഗളത്തിലേക്ക് വഴിതെളിക്കാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു മാതൃക കാണിച്ചു തന്നത് താൻ എന്തുമാത്രം ഔന്നത്യത്തിലായിരുന്നു, തന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷയും വളരെ വലുതാണ്, താൻ ചെയ്യാൻ പോകുന്ന, നിവർത്തിക്കാൻ പോകുന്ന ആ ശുശ്രൂഷ മഹത്വകരമാണ്, അതിനുശേഷം തനിക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനവും എന്ന് പറയുന്നത് അതിനേക്കാൾ മഹത്വകരമാണ്. നാം അത് ചുരുക്കമായിട്ട് ചില വേദഭാഗങ്ങളിലൂടെ നമുക്ക് ഒന്ന് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഒന്നാമത്തെ ഒരു ആശയം ഞാനിവിടെ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നാം അവിടെ വായിച്ചു, താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു. നാം ഈ യോഹന്നാൻ്റെ സുവിശേഷം ഞാൻ ഒന്ന് ഓടിച്ച് ഒന്ന് നോക്കുവാൻ ഇടയായ സമയത്ത് അതിൽ നിന്ന് ഒരു 4 ആശയങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കുവാൻ ആരംഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, നാം ഈ യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റ് പലയിടങ്ങളിലും ഉണ്ട്, എന്നാൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അധികം പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് പിതാവ് പുത്രനെ അയച്ചു എന്നുള്ളതാണ്. പിതാവ് തൻ്റെ പുത്രനെ അയച്ചു. ഞാൻ ഏറെക്കുറെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ 35-ൽ പരം പ്രാവശ്യം നമ്മുടെ കർത്താവ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തു കാര്യം? പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അർത്ഥം വരുന്നതായ, അല്ലെങ്കിൽ അതേ വാക്കുകൾ ഒരുപക്ഷെ വീണ്ടും വായിച്ചാൽ അതിൽ കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുമായിരിക്കും. അപ്പോൾ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ ബോധ്യമാണ് തന്നെ ഭരിക്കുവാൻ ഇടയായത്. 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ അതുമായിട്ട് ഒന്ന് വായിച്ച് മുൻപോട്ട് പോകാം. 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7-ന്റെ 28, 8-ന്റെ 42. 7-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തൻ്റെ മുൻപിലുള്ളതായിരിക്കുന്ന ആ ശുശ്രൂഷ താൻ നിവർത്തിക്കുവാൻ പോകുമ്പോൾ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന തികഞ്ഞ ബോധ്യം, ഞാൻ സ്വയമായി വന്നത് അല്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ട് വന്നതാണ്. ആ 8-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിലും അത് തന്നെയാണ്. ഒന്ന് വായിച്ചോളൂ. ആ ആ ആ ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകും. ഈ 2 വാക്യം മതി. ഇനി നമുക്ക് ആ വാക്കുകൾ വെച്ചിട്ട് നാം ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പിതാവ് എന്നെ അയച്ചതാണ്. അതെന്തിനു വേണ്ടി എന്നുള്ളത് ഞാൻ പിന്നാലെ വിശദീകരിച്ചു കൊള്ളാം. 2-ാമത്തെ ഒരാശയം നാം ഇവിടെ വായിച്ചു, താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു. കർത്താവിന് അടുത്ത ഒരു ബോധ്യമുണ്ടായത്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്.
ആ കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ 15-ൽ പരം വാക്യങ്ങളിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് മേലിൽ നിന്നും വന്നവനാണ് എന്ന ആശയം വരുന്ന, അല്ലെങ്കിൽ ആ അർത്ഥം വ്യക്തമാക്കുന്ന 15-ൽ പരം വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 7-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 7-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചത് കൊണ്ടും. അപ്പോ ഇവിടെ മറ്റൊരു ആശയത്തിലേക്ക് നാം വരുന്നത്, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് കർത്താവിനുണ്ടാകുമ്പോൾ, അനേക വാക്യങ്ങളിൽ നിന്ന് നാം ഒരു വാക്യമാണ് വായിച്ചത്, അവന്റെ അടുക്കൽ നിന്ന് ഞാൻ വന്നു എന്നും അവൻ എന്നെ അയച്ചു എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന, അത് കർത്താവ് തന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അത് 51-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 51-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. അപ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ് ഞാൻ എന്നുള്ളതായ ആശയമാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുൻപിലുള്ള ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, ഞാൻ ദൈവം എന്നെ അയച്ചതാണ്. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വന്നവനാണ്. മൂന്നാമത്തെ ആശയം നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അവിടെ നാം വായിക്കുന്നത്, നമ്മോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലുള്ളൊരു വാക്കാണ് അവിടെ നാം കാണുന്നത്. പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ അയച്ചു, പുത്രൻ തന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. അടുത്തത് നാം വായിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി എന്നാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകി എന്നാണ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതായ ആശയമാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, അടുത്തൊരാശയം എന്ന് പറയുന്നത്, ഈ പുത്രനെ അയച്ച പിതാവ് തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതും കർത്താവിന് ഉണ്ടായിരുന്നതായ വലിയ ബോധ്യമായിരുന്നു. ദൈവം എന്നെ ഈ ജനത്തിന് വേണ്ടി നൽകിയതാണ് എന്ന ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. ഇവിടെ നാലാമതായിട്ട് നാം കാണുന്നത്, പിതാവായിരിക്കുന്ന ദൈവം എന്നെ എന്തിനു വേണ്ടി ഏൽപ്പിച്ചു? ഈ മനുഷ്യർക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യവും പുത്രനെ കുറിച്ച് പിതാവ് തന്നെ ഏൽപ്പിച്ചു എന്നുള്ള ബോധ്യം പുത്രന് ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം തൻ്റെ മുന്നറിവിനാൽ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇനി റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പോ ഇനി യെശയ്യാപ്രവചനം 53-ന്റെ 10-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെ നാം കാണുന്നത് എന്താ? പുത്രനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ ആദരിക്കാതെ വണ്ണം. നാം അതിന്റെ മുകളിൽ വായിക്കുന്നുണ്ട്, അവനെ ആരും ആദരിച്ചില്ല. ആദരിക്കാതെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇനി നാം പുത്രനോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ ഗലാത്യലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ ആ വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഗലാത്യർ 3:20. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ
ഞാൻ തന്നെ പറഞ്ഞോളാം. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ അത്രേ എന്നാണ്. അപ്പോൾ അവിടെ പുത്രൻ എന്ത് ചെയ്തു എന്നാണ്? തന്നെത്താൻ ഏൽപ്പിച്ചു. പിതാവ് അവനെ ഏൽപ്പിച്ചു, പുത്രനും എന്ത് ചെയ്തു? തന്നെ തന്നെ ഏൽപ്പിച്ചു എന്നാണ് അവിടെയും നാം കാണുന്നത്. ഇനി എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, തന്നെത്താൻ അവൻ ഒരിക്കലായി അർപ്പിച്ചു. 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. അപ്പോൾ അവിടെയും നാം കാണുന്നത് പുത്രൻ തന്നെ തന്നെ അർപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ 4 ആശയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ അയച്ചു നൽകി. 2, പുത്രൻ തന്നെത്തൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ ആ വാക്കുകളൊക്കെ നാം ധ്യാനിച്ച കാര്യമാണ്. അവൻ തന്നെത്താൻ ആ ദൈവത്തോടുള്ള ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യനായി വിളങ്ങി ആ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. 3-ാമത് നാം കണ്ടു, ആ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു എന്നുള്ളതാ. നമുക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ നൽകി. 4-ാമത്തെ ആശയമാണ്, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകി. അത് മനസ്സിലാക്കിയ പുത്രനും എന്തു ചെയ്തു? അവനും തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകി എന്നുള്ള ഈ വലിയ സത്യത്തെ നാം ഉൾക്കൊള്ളേണ്ടതാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഈ വലിയ ബോധ്യം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നിട്ടും താൻ എന്തു ചെയ്തു? താൻ തന്നെത്താൻ താഴ്ത്തി. നമ്മെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യങ്ങളുണ്ട്, അതങ്ങനെ തന്നെ ഉണ്ടാകണം. താനും വേണ്ടേ? ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ദൈവദാസനാണ്, ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്, ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു സുവിശേഷകന്റെ ഭാര്യയാണ്, ഞാനൊരു സുവിശേഷകന്റെ മകനാണ്, അല്ലെങ്കിൽ ഒരു ദൈവദാസന്റെ കുടുംബമാണ് എൻ്റെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് എന്തുണ്ടാകണം? അഭിമാനമുണ്ടാകണം. അപ്പോൾ തന്നെ ആ നിലവാരത്തെ കാണുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ വളരെ വിനയപ്പെടുത്തുവാനും താഴ്ത്തുവാനും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ്. നാം യെശയ്യാവ് 42-ന്റെ 1-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, അതോ 41-ലാണോ? നാം അവിടെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. അത് കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കാണ്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തിരിക്കുന്ന തൻ്റെ ദാസൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ച് പിതാവ് അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമ്മെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് ദൈവത്തിന് പറയാനായിട്ടുള്ളത്. ആ ദൈവകരങ്ങളിൽ ഇരുന്ന് പിതാവായിരിക്കുന്ന ദൈവം എന്നെ അയച്ചതാണ്, പിതാവായ ദൈവം എന്നെ നൽകിയിരിക്കുന്നതാണ്, എന്നെ ഏൽപ്പിച്ചു തന്നതാണ്. ആ ബോധ്യം തൻ്റെ ജീവിതത്തിൽ ഒട്ടും നിഗളിക്കുവാൻ കാരണമായില്ല. അവൻ തന്നെത്താൻ താഴ്ത്തുവാൻ അത് കാരണമായിട്ട് തീർന്നു. ഇനി ഈ ആശയങ്ങളുടെ അല്ലെങ്കിൽ ഈ വാക്കുകളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ആശയം നമ്മൾ പറഞ്ഞു, പിതാവ് പുത്രനെ അയച്ചു എന്നുള്ള ആശയമാണ്. എന്തിനാണ് ഈ പിതാവ് തൻ്റെ പുത്രനെ അയച്ചത്? 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഒന്ന് വായിച്ചോളൂ. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. നാം 2 ആഴ്ച മുമ്പ് നാം ധ്യാനിച്ചപ്പോൾ ഓർത്ത കാര്യമാണ്, ഒരു കോതമ്പ് മണി അത് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്നിട്ട് നാം താഴെ വായിച്ചു, അതോർത്ത് നമ്മുടെ കർത്താവിൻ്റെ പ്രാണൻ അവൻ്റെ ഉള്ളിൽ വേദനിച്ചു എന്നാണ്. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പിതാവായിരിക്കുന്ന ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത് പ്രായശ്ചിത്തമാകുവാൻ വേണ്ടിയാണ്, പകരം മരിക്കുവാൻ വേണ്ടിയാണ്. നാം
കർത്താവ് ഗസ്തമനിലേക്ക് ആ ഗസ്തമന തോട്ടത്തിൽ ആയിരിക്കുന്ന സമയത്ത് തൻ്റെ ആ ശരീരത്തിലെ ആ വിയർപ്പ് കണങ്ങൾ, തൻ്റെ ശരീരത്തിലെ രക്തം അത് വിയർപ്പ് തുള്ളികൾ പോലെ വീണു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലാക്കുന്നത്? ഒരു പ്രായശ്ചിത്ത മരണം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ ആകുവാനിടയായത്. എൻ്റെ ഉള്ളം പ്രാണവേദന പോലെ അതിദുഃഖത്തിലായിരിക്കുന്നുവെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയത്തക്കവണ്ണം നമ്മുടെ കർത്താവ് വേദനിച്ചത് എന്തുകൊണ്ടാണ്? താൻ അനുഭവിക്കാൻ പോകുന്ന മരണം എന്നുള്ളത് പ്രായശ്ചിത്ത മരണമാണ്. ഈ ലോകത്തുള്ളതായിരിക്കുന്ന മുഴുവൻ മനുഷ്യന്റെയും പാപമാണ് എൻ്റെ ചുമലിൽ ഏറ്റപ്പെട്ടിരിക്കുന്നത്. ആ പാപത്തിന്റെ കടമാണ് ഞാൻ കൊടുത്തു തീർക്കേണ്ടത്. അതിൻ്റെ പരിഹാരമാണ് എൻ്റെ മരണത്തിലൂടെ സാധ്യമാകേണ്ടത്. ആ ബോധ്യമാണ് നമ്മുടെ കർത്താവ് അവിടെ വീണ്ടും താഴുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. ഒരു പ്രായശ്ചിത്തമാകുവാൻ പിതാവ് തൻ്റെ പുത്രനെ അയച്ചു. 1 യോഹന്നാൻ 4:13 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷിതാവായി അയച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷിതാവായി അയച്ചു. അപ്പോൾ എന്തിനാണ് പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ലോകത്തിന്റെ രക്ഷയാണ്, മാനവജാതിയുടെ രക്ഷയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചതിലൂടെ സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇനി കർത്താവിനെ കുറിച്ച് നാം കണ്ടല്ലോ, അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. എന്തിനാണ് അവൻ വന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യോഹന്നാൻ 10:10. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവനാണ്. നാം ഇവിടെയും അതാണല്ലോ ഈ സുവിശേഷത്തിൽ വായിച്ചത്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നുള്ള അറിവ്. എന്തിനാണ് വന്നത്? അവർക്ക് എന്തുണ്ടാകണം? അവർക്ക് ജീവൻ ഉണ്ടാകണം. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് 9-ാമത്തെ വാക്യം? നാം അവനാൽ ജീവിക്കേണ്ടതിന് അയച്ചു. അവിടെ പുത്രൻ അറിയാകുന്ന കാര്യം എന്താണ്? ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകണം, സമർത്ഥമായിരിക്കുന്ന ജീവൻ ഉണ്ടാകണം. അർത്ഥാത് നമുക്ക് അതിൻ്റെ ആ ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. പാപം ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു മാറ്റപ്പെടുമ്പോൾ അവൻ എന്താ സംഭവിച്ചത്? എന്നേക്കുമായിരിക്കുന്ന മരണമാണ് അവിടെ സംഭവിച്ചത്. ആ നിലയിൽ മരിച്ചതായ മനുഷ്യന് വീണ്ടും അവന് ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാപത്തിൽ മരിച്ച മനുഷ്യന് പകരമായിട്ട് മരിച്ച് അവന് ജീവങ്കലേക്ക് കൊണ്ടുവരിക, ദൈവത്തിങ്കലേക്ക് മടക്കി കൊണ്ടുവരിക. ആ മടക്കി കൊണ്ടുവരുമ്പോഴാണ്, ആ പ്രവൃത്തിക്കാണ് ജീവൻ നൽകുക എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവന് ജീവൻ നൽകണമെങ്കിൽ കർത്താവിനൊരു കാര്യം അറിയാം. എന്ത്? എൻ്റെ ജീവൻ മറുവിലയായി ഞാൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. മാനവജാതിക്ക് മുഴുവനും ജീവൻ ഉണ്ടാകണമെങ്കിൽ എൻ്റെ ജീവൻ അതിന് പകരം വെച്ചു കൊടുക്കുവാൻ ആവശ്യമുണ്ട് എന്ന കാര്യം നമ്മുടെ കർത്താവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ജീവൻ ഉണ്ടാകുവാൻ അവൻ വന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അബ്രാഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അബ്രാഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ. അത് നമുക്ക് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം. ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ മുന്നറിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ, മുൻ നിശ്ചയത്തിൽ പെട്ടതായ ഒരു വലിയൊരു കൂട്ടമുണ്ട്, നമുക്കറിഞ്ഞുകൂടാ. ആ കൂട്ടത്തെ നാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും
രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവൻ തൻ്റെ ജനത്തെ, അപ്പോൾ ദൈവം കണ്ടതായിരിക്കുന്ന, മുൻകൂട്ടി കണ്ട ഒരു തൻ്റെ ജനമുണ്ട് എന്നത് നാം ഓർക്കണം. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ 1 തിമോത്തിയോസ് 1:15 വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അപ്പോൾ അവൻ എന്തിനാണ് വന്നത്? അവൻ വന്നതിനെ കുറിച്ച് നാം കണ്ടു. അവൻ ജീവൻ ഉണ്ടാകുവാൻ വന്നവനാണ്. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ വന്നവനാണ്. പാപികളെ രക്ഷിക്കുവാൻ വന്നവനാണ്. ഇനി മൂന്നാമത്തെ ആശയം നാം കണ്ടല്ലോ. അവിടെ പിതാവ് തൻ്റെ പുത്രനെ നൽകി എന്നുള്ളത് നാം കാണുവാനിടയായി. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? എന്തിനാ ദൈവം തൻ്റെ പുത്രനെ നൽകിയത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിപ്പാൻ, ആരും നശിച്ചു പോകാതിരിപ്പാൻ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നൽകിയത് എന്തിനാണ്? ആത്യന്തികമായി ചിന്തിച്ചാൽ നാം നശിച്ചു പോകാതിരിക്കുവാൻ, നമ്മെ നശിപ്പിച്ചു കളയാതിരിപ്പാൻ, നാം നിത്യതയിൽ ആ നരകാനുഭവത്തിൽ ആകാതിരിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം അത് കണ്ടതാണ്. മറ്റൊരുത്തനിലും എന്തില്ല? മറ്റൊരുത്തനിലും രക്ഷയില്ല. എന്തിനാണ് ആ നാമത്തെ ദൈവം നൽകിയത്? രക്ഷയ്ക്കുള്ള നാമമായിട്ടാണ് നൽകിയത്. വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കപ്പെടുവാനുള്ള ഏകനാമം. കർത്താവ് തന്നെ പറഞ്ഞതുപോലെ, മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ ദൈവപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവങ്കലേക്ക് നോക്കിയവർക്കെല്ലാം എന്തുണ്ടാകും? ഈ നിത്യജീവൻ ഉണ്ടാകും, നാശത്തിൽ നിന്ന് വിടുതലുണ്ടാകും, രക്ഷയുണ്ടാകും. അപ്പോൾ യേശുക്രിസ്തു എന്ന നാമത്തെ പിതാവായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി നൽകിയത് നാം ആരും നശിച്ചു പോകാതിരിക്കുവാനും നാം രക്ഷിക്കപ്പെടുവാനും അത്രേ എന്നുള്ള തിരുവെഴുത്താണ് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. ഇനി 4-ാമത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു. നേരത്തെ ആ വാക്യം നമ്മൾ കണ്ടതാണ്. എന്താണ്? എങ്കിലും ആ പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അവിടെ ആ വാക്ക് ഒന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 8-ന്റെ അവിടെ നാം വായിക്കുന്നുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. എന്തിനാ ഏൽപ്പിച്ചു തന്നത്? ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ മുകളിലുള്ള വാക്കുകൾ വായിച്ചാൽ നമുക്ക് ആ കാര്യം അറിയാം. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതെന്ന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. നമുക്ക് ആ വേദഭാഗം സൂക്ഷ്മമായി ധ്യാനിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യം ഇതാണ്. എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്, നമ്മെയും തൻ്റെ പുത്രന്റെ രൂപത്തോട് അനുരൂപരാക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ പുത്രന്റെ രൂപത്തോട് നമ്മെ അനുരൂപരാക്കുക. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും നമ്മൾ അത് കണ്ടതാണ്. അവിടെയും ആ വാക്ക് ഏൽപ്പിച്ചു തന്നു എന്നുള്ളിടത്ത് നമ്മൾ അവിടെയും വായിക്കുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്, ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. എന്താണ് ആ മുന്നറിവ്? ദൈവത്തിന് തൻ്റെ പുത്രനെ ഈ നിലയിൽ തകർത്ത് കളയുക എന്നുള്ള മുന്നറിവ് മാത്രമല്ല, നാം ഇവിടെ വായിച്ചതുപോലെ ആദാം മുഖാന്തരം ആ ദൈവത്തിൻ്റെ പുത്രന്റെ തേജസ് നഷ്ടപ്പെട്ടതായ മാനവജാതിക്ക് മുഴുവനും തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം മടക്കി കൊണ്ടുവരിക. ആ മുന്നറിവാണ് തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം തയ്യാറായത്. അതാണ് 4-ാമത്തെ ആശയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ദൈവം തൻ്റെ പുത്രനെ അയച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? ആ പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതുപോലെ തന്നെ ദൈവം തൻ്റെ പുത്രനെ നൽകിയതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചതിൻ്റെ ലക്ഷ്യവും എന്താണ് എന്ന് നമ്മൾ കണ്ടു. ദൈവത്തിന് മഹത്വം. ഞാൻ വിചാരിക്കുകയാണ്,
അല്പസമയം സ്തോത്രം ചെയ്യാൻ നമുക്കിപ്പോഴൊരു അവസരമുണ്ടായാൽ ഈ കാര്യങ്ങൾ ആരാധിക്കുവാൻ എത്രയോ മഹത്വമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ വീഴുവാനും ആ വീണ് നമസ്കരിക്കുവാനും കഴിയത്തക്കവണ്ണമുള്ള എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകളാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള എത്രയോ വിലപ്പെട്ടതായ സത്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നാം ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക, ദൈവം തൻ്റെ പുത്രനെ അയച്ചതിൻ്റെയും പുത്രൻ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെയും പിതാവായ ദൈവം പുത്രനെ നൽകിയതിൻ്റെയും പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ച് നൽകിയതിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം നാം പല വാക്യങ്ങൾ വായിച്ചു, പല മേഖലകളിലൂടെ കടന്നുപോയി. എന്നാൽ അതെല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് ആ ലക്ഷ്യം? നാം ആയിരുന്നു ആ വലിയ ലക്ഷ്യം. നമ്മുടെ ജീവനാണ്, നമ്മുടെ നിത്യജീവനാണ്, നമ്മുടെ രക്ഷയാണ് ആ കർത്താവ് താൻ ലക്ഷ്യമാക്കിയത്. അപ്പോൾ താൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്നുള്ളതായ ആ ബോധ്യം തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു എന്ന് വന്നാൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, നാം അതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വിലപ്പെട്ടതായ 4 ആശയങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട സത്യമാണ്. ഇനി ഒരു കാര്യം കൂടെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആ 3-ാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിച്ചതുപോലെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ എന്നാണ്. ഞാൻ ആ വാക്കും ഞാൻ ഒന്ന് പരതുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഈ നാം ധ്യാനിക്കുന്ന ഈ മാളികമുറി പ്രഭാഷണത്തിൽ ഉൾപ്പെടുന്ന 5 അധ്യായങ്ങളിൽ ചുരുങ്ങിയത് 13 തവണ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, ഞാൻ പോകുന്നു, എന്നെ അയച്ചവൻ്റെ അടുക്കൽ ഞാൻ പോകുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ പോകുന്നു, എന്നെ അയച്ച പിതാവിൻ്റെ അടുക്കൽ ഞാൻ പോകുന്നു, സ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുന്നു എന്നിങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന നിലയിൽ ആവർത്തിച്ചു പറഞ്ഞതായ ആ കാര്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 17-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകണം. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. അപ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലെ കാര്യം എന്താണ്? തന്നെ ഭരിക്കുന്ന കാര്യം എന്താണ്? താൻ നേരിടുവാനായിട്ട് പോകുന്ന ആ വലിയ പ്രതിസന്ധി തന്നെയാണ്, ആ നേരിടുവാൻ പോകുന്ന കഷ്ടങ്ങളാണ് തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥന നമുക്കറിയാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പോ ആ തന്നെ പിതാവ് ഏൽപ്പിച്ചതായ ആ ദൗത്യത്തിൽ നിന്നും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒന്ന് മാറുവാനുള്ളതായ ചിന്ത നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തതായ കാര്യം, ഞാൻ പിതാവേ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിലുണ്ടാകുന്നത് പിതാവ് എന്നെ അയച്ചതായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെ ഞാൻ അങ്ങ് വരുന്നു എന്നല്ല. എന്തൊക്കെ കാര്യങ്ങളാണോ ഏൽപ്പിച്ചത് അതെല്ലാം തികച്ച ശേഷം ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്കും ഒരു അവസാനമുണ്ട്, ഇല്ലേ? നമുക്കും ഒരു അവസാനമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒന്നുകിൽ നമ്മുടെ കർത്താവ് വരും, അല്ലെങ്കിൽ നാം മരിക്കും. അപ്പോൾ നാം ഇന്ന് സാധാരണ പറയാറുണ്ട്, കർത്താവ് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മരിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. ആ ആഗ്രഹം നല്ലത് തന്നെ. എന്നാൽ ആ ആഗ്രഹം ഹൃദയത്തിൽ ഉള്ളപ്പോൾ തന്നെ എന്താ നാം ചെയ്യേണ്ടത്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയും നമ്മെ അർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ യജമാനൻ വരുന്നു എന്ന് അറിയുമ്പോൾ ആ ദാസൻ
ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരുങ്ങിയിരിക്കാത്തവനോ? യജമാനൻ വരുന്ന സമയം അറിയായത് കൊണ്ട് കൂട്ടുദാസന്മാരെ തല്ലാനും അവരോട് കോപിക്കാനും ഒക്കെ ഇടയാകുമ്പോൾ യജമാനൻ വരുന്നത് അവനെന്ത് ചെയ്യുന്നില്ല, അവൻ അറിയുന്നില്ല. എന്നാൽ അവിടെ നാം വായിക്കുന്നത്, യജമാനൻ വരുന്നു എന്ന് അറിയുന്നതായ ദാസൻ തന്നെ തന്നെ ഒരുങ്ങി അവൻ കാത്തിരിക്കുന്നത് പോലെ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നല്ലെങ്കിൽ നാം കർത്താവിന്റെ അടുക്കൽ ഞാൻ ചേരും, എൻ്റെ കർത്താവ് വേഗം വന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളുണ്ട്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ നിലവാരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷകൾ എത്രയും വേഗത്തിൽ അത് ചെയ്തു തീർക്കുക എന്ന ദൗത്യം നമുക്കുണ്ട്. ഇത് തന്നെ കർത്താവ് ആഗ്രഹിച്ചത്. അത് തന്നെയാണ് കർത്താവ് അവിടെ താഴ്ത്തിയപ്പോൾ പറഞ്ഞത്, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നുമുള്ള തിരിച്ചറിവ് തനിക്കുണ്ടാകുവാൻ കാരണമായിട്ട് തീർന്നു. ഇനിയും നാം ആദ്യം ചിന്തിച്ചതുപോലെ 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള 7-ാം വാക്യം അല്ല, അതിന്റെ 5-ാമത്തെ വാക്യം, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. എപ്പോഴാ ദൈവത്തിന്റെ പുത്രൻ മഹത്വപ്പെടുന്നത്? വീണ്ടും പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോഴാണ്. നാം എബ്രായ ലേഖനം 2 വായിക്കുന്നുണ്ട്, ഇന്ന് നാം അവനെ കാണുന്നത് എങ്ങനെയാണെന്ന്, തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി ഇന്ന് നാം അവനെ കാണുന്നു. എങ്ങനെയാ ആ തേജസ്സും ബഹുമാനവും കിട്ടിയത്? നാം അവിടെ വായിക്കുന്നത് എന്താ? ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായി, അല്ലേ? തന്നെ എന്നിട്ട് ആ വാക്യം എന്താ വായിക്കുന്നത്? താഴ്ച വന്നവനായി തന്നെത്താൻ അവൻ മരണം അനുഭവിച്ചത് കൊണ്ട് എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഞാൻ പിതാവേ നിന്റെ അടുക്കൽ വരുന്നു, പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഉള്ളത്തിലുള്ള ആ ബോധ്യം എന്നുള്ളത് പിതാവിന്റെ മുൻപിൽ എനിക്കുണ്ടായിരുന്ന കഴിഞ്ഞ 32 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ ദൈവം വീണ്ടും അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുകയാണ്. വീണ്ടും ആ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ പോകുകയാണ്. ആ മഹത്വം എങ്ങനെയാ കിട്ടുക? തന്റെ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞാൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? ആ തേജസ് ഉണ്ടാകുകയുള്ളൂ. പൗലോസും അത് തന്നെയാ നമ്മോടുള്ള ബന്ധത്തിലും പറയുന്നത്, നാം കഷ്ടം അനുഭവിച്ചാൽ അത്രേ തേജസ്കരിക്കപ്പെടുന്നത്. പിതാവിന്റെ മുൻപിൽ നമുക്ക് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടാകണമെങ്കിൽ നാം ഇവിടെ ആ കർത്താവിന് വേണ്ടി കഷ്ടത്തിലായിരിക്കണം. കഷ്ടത്തിൽ ആയിരിക്കുവാൻ നമുക്ക് വളരെ ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ. അതെ, ആ പിതാവിന്റെ സന്നിധിയിലേക്ക്, ഇതാ ആ പഴയ മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും കൈക്കൊള്ളുവാൻ പോകുന്നു എന്നുള്ള ആ ബോധ്യത്തിലും ഒരടിമയ്ക്ക് തുല്യനായി അവൻ എന്ത് ചെയ്തു? അവൻ താഴ്ത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ നിരവധി ശുശ്രൂഷകൾ കണ്ടേക്കാം, പല മാനങ്ങൾ ദൈവം നമുക്ക് തന്നേക്കാം, പലതരത്തിൽ ദൈവം നമ്മെ ഉയർത്തിയേക്കാം, അനേകം ശുശ്രൂഷകൾ തന്നേക്കാം, ദൈവജനത്തിന്റെ മധ്യേ നാം അറിയപ്പെടുന്നവരായി മാറിയേക്കാം. എല്ലാം ശരിയാണ്. എന്നാൽ ആ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? നാം നമ്മെ തന്നെ താഴ്ത്തുക. ഒരു ദാസരൂപം എടുക്കുവാൻ, ഒരു ദാസന്റെ ആ മനോഭാവം, നമ്മുടെ കർത്താവിന്റെ ആ മനോഭാവം ഉണ്ടാകുവാൻ നമുക്കിടയാണ്. എത്ര ഔന്നത്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ചിന്ത നമ്മുടെ കർത്താവിനെ ഭരിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഇനിയും നാം എബ്രായ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ശ്രേഷ്ഠ ദൂതന്മാരെക്കാൾ ഉന്നതമായ ഒരു സ്ഥാനമാണ് തനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് കർത്താവിന് അറിയാം. അതുപോലെ തന്നെ
4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന ഒരു സ്ഥാനത്തേക്കാണ് താൻ പോകുന്നത് എന്ന കാര്യം നമ്മുടെ കർത്താവിന് അറിയാം. അതുപോലെ 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായിട്ട് താൻ അവിടെ വാഴുവാൻ പോകുന്നു എന്ന കാര്യവും ആർക്കറിയാം? നമ്മുടെ കർത്താവിനറിയാം. ഈ ഇത്രയും മഹത്വമുള്ള അറിവുകൾ ഉള്ള കർത്താവ് തന്നെത്താൻ താഴ്ത്തി. ഈ പഠനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെയും ഇത് സാരമായിരിക്കുന്ന മാറ്റങ്ങൾക്ക് നിദാനമായിട്ട് തീരട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും അറിഞ്ഞിരിക്കെ കർത്താവ് താൻ ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് താൻ ധരിച്ചിരുന്ന വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, ആ അരയിൽ ചുറ്റിയിരുന്ന ആ തുവർത്തുകൊണ്ട് ആ കാലുകൾ കഴുകിയ ശിഷ്യന്മാരുടെ പാദം തുടച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ ഏറ്റവും വില കുറഞ്ഞതായ ഒരു അടിമയ്ക്ക് തുല്യനായി നമ്മുടെ കർത്താവ് മാറിയെങ്കിൽ അതിനേക്കാൾ മീതെ നിൽക്കുവാൻ നമുക്കാർക്കും ഒരു യോഗ്യതയും ഇല്ല എന്ന് നാം തിരിച്ചറിയുക. നമുക്കും താഴാം, കർത്താവിൻ്റെ മുമ്പാകെ വിനയപ്പെടാം, അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ഈ നല്ല മാതൃക അംഗീകരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഈ ചിന്തകൾ അതിന് ഉപയുക്തമാക്കി തീർക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.